വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഒരു വഴുതനങ്ങ കൊണ്ടുള്ള ഒരു കറി ഉണ്ടാക്കിയാലോ. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ഇനി ബംഗാളിൽ പറയുന്നത് ദോയി ബേഗൺ എന്നും ഹിന്ദി ലാംഗ്വേജ് സംസാരിക്കുന്നവർ പറയുന്നത് ദഹി ബേഗൺ എന്നുമാണ്. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 2 വഴുതനങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ വഴുതനങ്ങ നമുക്കൊന്ന് വട്ടത്തിൽ ഒന്ന് മുറിച്ചെടുക്കണം. ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട്. ഇതിൻ്റെ പുറമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകിയിട്ടെടുക്കണേ. കഴുകിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതുപോലെ വട്ടത്തിൽ മുറിച്ചെടുക്കണം. ഒരുപാട് കട്ടി കൂടാനും പാടില്ല, കട്ടി കുറയാനും പാടില്ല. അതേ പരുവത്തിൽ എടുക്കണം. എടുത്തിട്ട് നമുക്കിത് ഇതുപോലെ അരിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. കഴുകുന്നത് ഇതിൻ്റെ കറ പോകാൻ വേണ്ടിയിട്ടാണ്. ഇതിന് കറ കാണും, അപ്പോൾ അത് കളയാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് അങ്ങ് മൂത്ത് പോയ കത്തിരിക്ക എടുക്കരുത്. എന്താണെന്ന് വെച്ചാൽ മൂത്തതാണെങ്കിൽ ഒരു കമർപ്പ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഞാനിത് തന്നെ കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കണം. ഇതുപോലെ നല്ലതായിട്ട് പുരട്ടണം. നമ്മൾ മീനിലൊക്കെ മസാല തേക്കത്തില്ലേ, അതുപോലൊന്ന് തേച്ച് പിടിപ്പിച്ച് വയ്ക്കുക. ഇനി അതിനകത്തേക്ക് തേച്ച് നന്നായിട്ട് പിടിച്ചതിന് ശേഷം നമുക്ക് ഒന്ന് കട്ടിയായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ഇത്തിരി ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇച്ചിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പുരട്ടി വയ്ക്കുക. അപ്പോഴത്തേന് ആ മസാലയൊക്കെ അതിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. ഇനി നല്ലതുപോലെ ഒന്നും കൂടെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് എടുക്കണം. ഇതുപോലെ തേച്ച് പിടിപ്പിക്കണം. കണ്ടോ, തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വയ്ക്കാം. ഇതവിടെ ഒരു 10 മിനിറ്റ് ഇരുന്ന് റെസ്റ്റ് ചെയ്യട്ടെ. ഇനി നമുക്ക് തൈര് വേണം. ഇതിന് വേണ്ടിയിട്ട് തൈര് എടുക്കണം. തൈരെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു 1.5 ഗ്ലാസ് തൈര് എടുത്തിട്ടുണ്ട്. ചെറിയ പുളിയുള്ള നല്ല കട്ടി തൈര് എടുക്കണം. അതിലേക്ക് ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് പോരെങ്കിൽ നമുക്ക് വീണ്ടും ഇട്ട് കൊടുക്കാം, കാരണം ഞാൻ വഴുതനങ്ങയ്ക്കകത്തും ഉപ്പിട്ടിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതൊന്ന് അടച്ച് വയ്ക്കാം. ഇതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മളെടുത്ത് വെച്ച് ആ വഴുതനങ്ങ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാനൊക്കെ അടുപ്പത്ത് വെച്ചു. ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തത്. നിങ്ങൾ ഈ സൺഫ്ലവർ ഓയിലാണെങ്കിൽ അങ്ങനെ. ഇപ്പം ബംഗാളിലൊക്കെ ആണെങ്കിൽ അവർ സൺഫ്ലവർ ഓയിലും മസ്റ്റാർഡ് ഓയിലൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ വെളിച്ചെണ്ണയ്ക്കകത്താണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് 2 സൈഡും തിരിച്ചും മറിച്ചും ഇട്ടൊന്ന് മൊരിച്ചെടുക്കണം. നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്തെടുക്കത്തില്ലേ, അതുപോലെ 2 സൈഡും, ഒരു സൈഡും മൂത്ത് കഴിയുമ്പോഴത്തേനും തിരിച്ചിടണം. തിരിച്ചിട്ട് നമുക്ക് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണേ. ഇതുപോലെ 2 സൈഡും മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് കോരിയെടുക്കാം. കോരിയെടുത്തിട്ട് അടുത്ത ബാച്ചും കൂടെ നമുക്കൊന്ന് ഇട്ട് ഇതുപോലൊന്ന് മൂപ്പിച്ചെടുക്കണം. കണ്ടോ. ഇനി അടുത്തതും കൂടെ നമുക്കൊന്ന് ഇട്ട് കൊടുത്തു. ഞാൻ 2 സെക്ഷനായിട്ട് ഇട്ട് കൊടുത്തിട്ട് 2 ഞാൻ മൂപ്പിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ മൂപ്പിച്ചെടുത്ത് വെച്ചത് നമുക്ക് ഫ്രൈ ചെയ്തെടുത്തില്ലേ, അതൊന്ന് നമ്മുടെ ആ തൈരിനകത്തേക്കൊന്ന് ഇട്ട് കൊടുക്കാം. തൈരിനകത്തേക്ക് ഇട്ട് കൊടുത്തു. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊരു ഫോർക്ക് വെച്ചൊന്ന്, അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ച് ഒന്ന് ഇത് ഇളക്കിയിട്ട്, കാരണം ആ തൈരിനകത്ത് ഈ ഫ്രൈ ചെയ്തത് വഴുതനങ്ങ മുങ്ങിക്കിടക്കണം. ഇനി നമ്മൾ അതേ പാനിൽ തന്നെ ആ വെളിച്ചെണ്ണയുടെ ബാക്കിയുണ്ട്, അതിനകത്ത് തന്നെ നമ്മളൊന്ന് കടുക് പൊട്ടിക്കണം. അതിനായിട്ട് ഞാൻ ഒരു 1/4 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2 ചെറിയ വറ്റൽമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം പച്ചമുളകും. എരിവിൻ്റെ അളവ് കൂടുതൽ വേണമെന്നുള്ളവർക്കും പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാം കേട്ടോ. ഞാനിപ്പോൾ മോനുള്ളതുകൊണ്ട്, മോന് ഒത്തിരി എരിവ് വേണ്ടാത്തതുകൊണ്ട് ഞാൻ ഒരു പച്ചമുളകേ ഇട്ടുള്ളൂ. ഇനി ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഞാനൊരു 1/4 ടീസ്പൂൺ കായപ്പൊടി, ഒരുപാട് കായം വേണ്ട, ഞാനൊരു കുറച്ചേ ഇട്ടിട്ടുണ്ട്, ഒരു 1/4 ടീസ്പൂൺ. എന്നിട്ട് ആ കടുക് വറുത്ത് ഞാൻ നമ്മുടെ ആ തൈരിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കുക. ഇളക്കിയതിന് ശേഷം നമുക്ക് ഒരു ശകലം, ഒരു പിടി മല്ലിയിലയും ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ ഇളക്കി നോക്കുക. ഇളക്കി നോക്കിയിട്ട് ഇപ്പോൾ ഇനി
നമുക്ക് നന്നായിട്ട് ഇളക്കണേ. ഇളക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ഉപ്പിട്ട് കൊടുക്കാം. എന്താ ഇത് കണ്ടോ, ഇതുപോലിരിക്കും. നല്ല ടേസ്റ്റാണ്, ചോറുണ്ണാനായിട്ട് നല്ലൊരു കറിയാണ് ഇത്. ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ വീണ്ടും നിങ്ങൾ ഉണ്ടാക്കും. ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ അതിൻ്റെ അഭിപ്രായം ഒന്ന് അറിയിക്കാൻ മറക്കരുത്. കണ്ടോ, നല്ല അടിപൊളി ടേസ്റ്റാണ്, നല്ലൊരു കറിയാണ്. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ.